നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രംരാജ്. രാജ്യം ഓരോ 5 മിനിറ്റിലും ഒരു സൈനികനെ നഷ്ടപ്പെടുന്ന പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ഇസ്രായേൽ സൈനിക ഓഫീസർ ഇറസിഷൽ. ഇത്തരത്തിലുള്ള സംഘർഷഘട്ടങ്ങളിൽ ഒന്നുകിൽ യുദ്ധമുന്നണിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്യണമെന്ന് ഇഷാൽ പറയുന്നു. തോറമത പാഠശാലയിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കവെയാണ് സൈനിക ഓഫീസറുടെ വെളിപ്പെടുത്തൽ. നിലവിൽ 1300-ലേറെ ഇസ്രായേൽ സൈനികർ യുദ്ധ നടപടികൾക്കിടയിൽ കൊല്ലപ്പെട്ടതായും ഓഫീസർ പറഞ്ഞു. താൻ ഉടനെ ഗസയിലേക്ക് പുറപ്പെടുകയാണെന്നും യുദ്ധത്തിൽ തനിക്ക് എന്തും സംഭവിക്കാമെന്നും ഇറസിഷൽ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്. ഇസ്രായേൽ സൈനിക ഓഫീസറുടെ ഈ തുറന്നു പറച്ചിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി. രാജിവെച്ച് പുറത്തുപോകൂ എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജോ ബൈഡൻ സ്വീകരിക്കുന്ന നയനിലപാടുകളെ എതിർത്ത് ഭൂരിഭാഗം അമേരിക്കക്കാരും രംഗത്തെത്തി. ന്യൂയോർക്ക് ടൈംസും സീന കോളേജ് നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 57% പേരും അമേരിക്കൻ പ്രസിഡന്റ് ഗസ യുദ്ധം കൈകാര്യം ചെയ്തതിൽ എതിർപ്പ് രേഖപ്പെടുത്തി. 33% പേർ മാത്രമാണ് ബൈഡനെ അനുകൂലിക്കുന്നത്. നിലപാടുകളിൽ യുവാക്കൾക്കും പ്രായമായവർക്കും ഇടയിൽ കൃത്യമായ ഭിന്നിപ്പും സർവേയിൽ പ്രകടമായി. 18-നും 29-നും ഇടയിൽ പ്രായമുള്ളവരിൽ 3-ൽ 2 പേരും ബൈഡൻ സംഘർഷം കൈകാര്യം ചെയ്ത രീതി അംഗീകരിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് സർവേയിൽ പങ്കെടുത്ത 44% പേരും. 39% പേർ സൈനിക നടപടിയെ അനുകൂലിക്കുന്നു. ഗസയിൽ നിരപരാധികളായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ മുൻകരുതലുകളൊന്നും എടുത്തില്ല എന്ന് 48% പേർ അഭിപ്രായപ്പെട്ടു. ബൈഡനേക്കാൾ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഗസ യുദ്ധം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനാകുമായിരുന്നുവെന്നും പകുതിയിലധികം പേരും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹാർവാർഡ് ഹാരിസ് പുറത്തുവിട്ട സർവേയിൽ ഇസ്രായേലിനെ പിരിച്ചുവിട്ട് ഭരണം ഹമാസിന് നൽകണമെന്നാണ് ഭൂരിഭാഗം ചെറുപ്പക്കാരായ അമേരിക്കക്കാരും അഭിപ്രായപ്പെട്ടത്. വെടിനിർത്തൽ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും പുരോഗമിക്കുമ്പോഴും ഗസയിൽ ആശുപത്രികളിലും താമസ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സേന വ്യോമാക്രമണം തുടരുകയാണ്. റഫീലെ താമസ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. വടക്കൻ ഗസയിലെ ജബരിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 13 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം അധിനിവേശ സേനയുടെ കരവ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ഗസയിലെ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിട്ടു ഇസ്രായേൽ സൈന്യം. ഗസയിലെ കമാൽ അത്മാൻ ആശുപത്രിയിലാണ് സംഭവം. ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടയിൽ ഇസ്രായേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുപിടിക്കുകയും ചെയ്തുവെന്നും അതിൽ അന്വേഷണം വേണമെന്നും ഗസ ആരോഗ്യ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ദിവസങ്ങളോളം ഉപരോധിക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്ത ശേഷമാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയത്. ഇസ്രായേൽ സൈന്യം ആശുപത്രിയുടെ ചില ഭാഗങ്ങൾ നശിപ്പിക്കുകയും രോഗികൾക്ക് സഹായം നിഷേധിക്കുകയും ആരോഗ്യ പ്രവർത്തകരെയും തൊഴിലാളികളെയും പരിക്കേറ്റവരെയും അഭയം തേടിയ സിവിലിയന്മാരെയും ആക്രമിക്കുകയും ചെയ്തതായി ഗസ മുനമ്പിലെ ആശുപത്രികളുടെ ജനറൽ ഡയറക്ടർ മുനീർ അൽബുർഷും ആശുപത്രി പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ഹുസാം അബു സുഫിയയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആശുപത്രി കവാടത്തിലും പരിസരത്തും സേന ബോംബിട്ടു. ആശുപത്രി കോമ്പൗണ്ടിലെ വിവിധ കെട്ടിടങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. പ്രസവ വാർഡ് പ്രവർത്തിക്കുന്ന 2ാം നിലയിലേക്കും ബോംബാക്രമണം ഉണ്ടായി. ആശുപത്രി ഡയറക്ടർ അഹമ്മദ് അൽ കഹ്ലൂത്തിനെ പിടികൂടി അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും ഇരുവരും പറഞ്ഞു. ആശുപത്രിയിൽ അഭയം തേടിയ സിവിലിയന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയും നഗ്നരാക്കി ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുകയും ആക്രമണകാരികളായ നായ്ക്കളെ അവർക്ക് നേരെ അഴിച്ചുപിടിക്കുകയും ചെയ്തു. ആശുപത്രിയുടെ ഓക്സിജൻ യൂണിറ്റും വാട്ടർ ടാങ്കും സെൻട്രൽ ആർക്കൈവും ഫാർമസിയും സേന തകർത്തു. ആശുപത്രിയുടെ മുറ്റത്ത് ബുൾഡോസർ ഉപയോഗിച്ച് വലിയ കുഴി കുഴിച്ച ഇസ്രായേൽ സേന അവർ കൊന്ന 12 പേരുടെ മൃതദേഹങ്ങൾ അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. കുഴിയിൽ എറിയപ്പെട്ടവരിൽ പരിക്കേറ്റവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തങ്ങൾക്കറിയില്ല എന്നും ഈ ഹീനമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. പരിക്കേറ്റ 75 വയസ്സുള്ള ഒരു വ്യക്തിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണകാരിയായ നായിയെ അഴിച്ചുവിട്ടതായും അദ്ദേഹം അടുത്ത ദിവസം മരിച്ചുവെന്നും അബു സഫിയ പറഞ്ഞു. ആശുപത്രി അങ്കണത്തിലെ ടെന്റുകൾക്ക് മുകളിലൂടെ ഇസ്രായേൽ സൈനികർ ബുൾഡോസറുകൾ ഓടിക്കുമ്പോൾ വലിയ നിലവിളി കേട്ടുവെന്നും മൃതദേഹങ്ങൾക്കൊപ്പം ചില ചതഞ്ഞു മരിച്ചതായി സംശയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ നടപടികളിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് പാലസ്തീൻ ആരോഗ്യമന്ത്രി മൈ അൽ കൈല നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഗസയിൽ ഒക്ടോബർ 7 മുതലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 18,700 ഉയർന്നു. പരിക്കേറ്റവരുടെ എണ്ണം 1,00,000 കവിഞ്ഞു. നന്ദി, നമസ്കാരം.